ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദീപാവലിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ദീപാവലിക്ക് മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ശക്കർപ്പാര എന്ന് പറയുന്ന സ്നാക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം 1 കപ്പ് മൈദ, പഞ്ചസാര 1/4 കപ്പ്, 1/4 കപ്പ് വെള്ളം, ഏലക്ക പൊടിച്ചത് 5-6 എണ്ണം. ഈ നെയ്യാണിത്. നെയ്യിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കേണ്ടി വരും. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം. പിന്നെ പഞ്ചസാര ചേർക്കാം. നല്ല മാതിരി ഒന്ന് ബീറ്റ് ചെയ്യുക. നല്ല മാതിരി ഒന്ന് ഇളക്കി അതിനെ യോജിപ്പിക്കണം. എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യും കൂടി ചേർക്കാം. ഇനി അതും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല മാതിരി ഇളക്കുക കേട്ടോ. ഇളക്കിയ പഞ്ചസാര നല്ല മാതിരി ഒന്ന് അതിലേക്ക് അലിഞ്ഞ് കിട്ടണം. നല്ല മാതിരി ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പഞ്ചസാര നല്ല മാതിരി മിക്സ് ആയിക്കോളും. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. ഇത് മിക്കവാറും ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും കൂടി ചേർക്കാം. ഇനി നല്ല മാതിരി ഒന്ന് ഇളക്കിക്കോളൂ കേട്ടോ. നല്ല എളുപ്പമാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ. എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി തീർക്കാൻ പറ്റും നമുക്കത്. ഞാനിത് സാമ്പിളിന് അല്പം ഉണ്ടാക്കുന്നതാണ്. നല്ല മാതിരി എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെയായിട്ട് അല്പം ചേർത്തിട്ട് നല്ല മാതിരി ഒന്ന് ഇതുമാതിരി ബീറ്റ് ചെയ്യുക. നല്ല മാതിരി മിക്സ് ആവും കേട്ടോ. ഇടയ്ക്കൊന്നും അതിൻ്റെ കട്ട പിടിച്ചൊന്നും കിടക്കാതെ നല്ല മാതിരി മിക്സ് ചെയ്യുക. ഇനി അങ്ങോട്ട് നമുക്ക് കൈ കൊണ്ട് നമുക്ക് നല്ല മാതിരി മിക്സ് ചെയ്യാം കേട്ടോ. ഇനി 2 തുള്ളി റോസിൻ്റെ എസൻസ് ഒന്ന് ചേർക്കണേ. എന്നിട്ട് നല്ല മാതിരി ഒന്ന് മിക്സ് ചെയ്തോളൂ. ഞാൻ ഇനി ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുമെന്ന് നോക്കുവാണെങ്കിൽ എന്നിട്ട് അതിനകത്ത് വെച്ചിട്ട് നല്ല മാതിരി കുഴച്ചെടുക്കുക. പ്ലേറ്റിൽ വെച്ചിട്ടാകുമ്പോൾ നല്ല മാതിരി എളുപ്പത്തിൽ കുഴയ്ക്കാൻ പറ്റും, മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതുമാതിരി ഒരു നല്ല വൃത്തിയുള്ളൊരു തുണി എടുത്തിട്ട് ടവലെടുത്തിട്ട് ഒന്ന് വെറുതെ അടച്ച് വയ്ക്കാം, ഈർപ്പം പോകാണ്ടിരിക്കാനാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ തുണിയെ നിന്നെടുത്ത് മാറ്റിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാനിനി ഇതിനെ ഒന്ന് 2 പാർട്ടാക്കുവാണ്. ഇനി ആ ഒരു പാർട്ട് വെച്ചിട്ട് നമുക്ക് നല്ല മാതിരി ഒന്ന് കുഴച്ചെടുക്കണം. അടുത്തതായി ഞാൻ പ്ലേറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഞാനിത് സ്ലാബിൽ വെച്ചിട്ട് തന്നെയാണ് അത് നല്ല മാതിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന കണക്ക് പരത്തിയെടുക്കാം. കുഴയ്ക്കുന്നത് നല്ല മാതിരി ഇങ്ങനെ കുഴയ്ക്കുമ്പോഴാണ് അത് നല്ല ക്രിസ്പിയായിട്ട് സ്നാക്ക് വരുന്നത്. കുഴയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ. പരത്തുമ്പോൾ കട്ടി കൂടിയും പോരുത്, എന്നാൽ കുറഞ്ഞും പോരുത്. ഇതേ തിക്നെസ്സിൽ വേണം നമുക്കത് പരത്തിയെടുക്കാനുള്ളത്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. കാരണം ശക്കർപ്പാര മിക്കവാറും എല്ലാം സ്ക്വയർ ഷേപ്പിലാണ് ഇവിടുത്തുകാർ ചെയ്യുന്നത്, നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വിചാരിക്കുകയാണ് ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ എത്ര എളുപ്പത്തിലാണ് ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ടാണ്. മിക്കവാറും എല്ലാത്തിലും നെയ്യൊക്കെ ഒഴിക്കും, അത്രയേ ഉള്ളൂ. ഈ ബ്രെഡും ഓരോന്നൊക്കെ വെച്ചിട്ട് നല്ല സ്നാക്സ്, നല്ല ടേസ്റ്റുള്ള ടേസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇനി അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ചാലോ. ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് ഡീപ്പ് റോസ്റ്റ് ചെയ്യണ്ടേ. എണ്ണ നല്ലതുമായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉള്ളിപ്പറക്കി ഇടാം. ഞാൻ വളരെ കുറച്ച് കുക്കിംഗ് ഓയിലേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ ഡീപ്പ് റോസ്റ്റ് ചെയ്യാൻ. കാരണം ഒരിക്കൽ ഉപയോഗിച്ചാൽ ഞാൻ പിന്നെ അത് റീയൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാനത് കളയത്തേ ഉള്ളൂ. അത് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെച്ചാൽ എളുപ്പത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ ഡീപ്പ് റോസ്റ്റ് ചെയ്യണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുമാതിരി ഇത് ഈ കളറാകുമ്പോൾ നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് ഡീപ്പ് റോസ്റ്റ് ചെയ്യാൻ. കാരണം അതല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉൾവശമൊന്നും നല്ലോണം വേവത്തില്ല കേട്ടോ. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. ഉൾവശം നല്ലവണ്ണം വെന്തിട്ട് നല്ല ടേസ്റ്റാണത്.
ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്കിയും കൂടിയിട്ട് എല്ലാം ഡീപ്പ് റോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ശർക്കരപ്പാര റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഉൾവശം നല്ലമാതിരി വെന്തിട്ടുണ്ട്, പുറത്തുനിന്ന് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ, ഞാൻ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ദീപാവലിക്ക് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഷെയർ ചെയ്യണം, കമൻറ്റ് ഒക്കെ എഴുതണം കേട്ടോ. ഓക്കെ, ഹാപ്പി ദീപാവലി, ബൈ.